ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. റൂട്ടിംഗ് ഹോർമോണിന്റെ സഹായം ഇല്ലാതെ നമുക്ക് എങ്ങനെ ഒരു ചെടിയിൽ വേര് പിടിപ്പിച്ചെടുക്കാം എന്നതിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ 2 ആഴ്ച മുമ്പ് നമ്മൾ ചെയ്തിരുന്നു. ശേഷം കമന്റ് ബോക്സിൽ ഒരുപാട് പേര് കുറെ സംശയങ്ങൾ ചോദിച്ചിരുന്നു. ആ ഒരു സംശയങ്ങൾക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഈ വീഡിയോ. അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാം. അപ്പൊ നമ്മൾ 2 ആഴ്ച മുമ്പ് അവർ ചെയ്തിരുന്ന ഒരു അത്തിയായിരുന്നു ഇത്. 28 ദിവസം ആവാൻ നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല. അപ്പൊ 2 ആഴ്ചയായി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഇതിന്റെ റിസൾട്ട് നോക്കുകയാണ്, എങ്ങനെ വേരൊക്കെ വന്നിട്ടുണ്ടോന്ന്. അപ്പൊ നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്, വേരെല്ലാം പുറമേക്ക് ചാടി വരുന്നുണ്ട്. പല മരങ്ങളിലും പല രീതിയിലാണ് കേട്ടോ. ചില മരങ്ങളിൽ കുറച്ച് സമയം കൂടുതലെടുക്കും വേരുകളെല്ലാം പ്രൊഡ്യൂസ് ചെയ്ത് വരാൻ. മറ്റു ചില മരങ്ങളിൽ, അത്തി പോലുള്ള മരങ്ങളിൽ കുറച്ച് നേരത്തെ, അത്തി, ചെമ്പരത്തി അങ്ങനത്തെ മരങ്ങളിലെല്ലാം കുറച്ച് പെട്ടെന്ന് തന്നെ വേരുകൾ വരും. എന്നാൽ കുറച്ച് ഈ ഹാർഡ് വുഡൊക്കെ ആയിട്ടുള്ള ഈ പുളിമരത്തിലൊക്കെ വേര് വരാൻ കുറച്ച് സമയം എടുക്കും. ഒരു 3 മാസമൊക്കെ ടൈം എടുക്കും പുളിമരത്തിലൊക്കെ വരാൻ. പിന്നെ ചില മരങ്ങളിൽ ഇത് വിജയിക്കില്ല, പ്ലാവ് പോലുള്ള മരങ്ങളിലൊന്നും ഇത് വിജയിക്കില്ല. അപ്പോൾ അങ്ങനെയും പ്രശ്നങ്ങളുണ്ട്. നമുക്ക് എയർ ലെയറിങ് മുഴുവനായിട്ട് എല്ലാ മരങ്ങളിലും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട. കുറേ മരങ്ങളിൽ ഇത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുണ്ട്. അപ്പോൾ നമുക്ക് അത് എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പരീക്ഷിച്ച് മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. നമ്മളൊരു മരം കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിലൊന്ന് എയർ ലെയറിങ് ചെയ്ത് നോക്കുക. 3 മാസം കഴിഞ്ഞിട്ടും വേര് വരുന്നില്ല, പകരം ആ കൊമ്പ് ഉണങ്ങി പോവുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അതിൽ എയർ ലെയറിങ് സക്സസ് ആവില്ല എന്ന്. മറിച്ച് ആ മരം ഉണങ്ങി പോകാതെ പച്ചപ്പ് ഇലകളോട് തന്നെ നിൽക്കുകയും പിന്നെ കൂടുതൽ തെഴുപ്പുകൾ വരുന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പിക്കാം അതിൽ എയർ ലൈനിങ് സക്സസ് ആയിട്ടുണ്ട്. ചില മരങ്ങൾ നമ്മൾ എയർ ലൈനിങ് ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ വേരുകൾ നമുക്ക് ഈ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കവർ വെച്ച് കഴിഞ്ഞാലും കാണാൻ പറ്റില്ല. ചിലപ്പോൾ അതിന്റെ ഉള്ളിൽ കുറേശ്ശെ വേരുകൾ, നേരത്തെ നാര് പോലുള്ള വേരുകളൊക്കെ ആണെങ്കിൽ അത് വല്ലാതെ നമുക്ക് പുറമെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റാത്ത ഒരു പ്രശ്നം വരും. അപ്പോൾ പലരും വിചാരിക്കും അത് വിജയിച്ചിട്ടില്ല, എയർ ലെയറിങ് ഫെയിൽഡ് ആയി എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ ഇലകൾ ഉണങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ കമ്പുകൾ ഉണങ്ങുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മാത്രം മതി. അടുത്തൊരു കാര്യം ആളുകൾ ചോദിച്ചിരുന്നത്, എത്ര വണ്ണമുള്ള കമ്പുകളും നമുക്കിത് ചെയ്യാമെന്ന് ചോദിച്ചിരുന്നു. വിരലിന്റെ വണ്ണം അത്രയ്ക്ക് ഞാൻ ചെയ്യാറുള്ളൂ. അതിന് മുകളിലേക്കുള്ള വണ്ണമുള്ള കമ്പുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വേരുകൾ വരാൻ ചെടിക്ക് അല്പം ഒരു മടി കാണിക്കാറുണ്ട്. ചിലപ്പം ഒരു 3 മാസം ടൈമൊക്കെ എടുക്കും വേരൊക്കെ ഒന്ന് ഡെവലപ്പായി വരാൻ. അപ്പോൾ അത്രയും സമയം ചെടി അതുപോലെ നിലകൊള്ളാന്നില്ല. കാരണം പുറന്തൊലി വഴിയാണ് അതിന്റെ ആഹാരങ്ങളെല്ലാം അതിന്റെ മുകളിലേക്ക്, ഇലകളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ പുറന്തൊലി നമ്മൾ ചെത്തി മാറ്റി കഴിയുമ്പോൾ അതിന് താഴെ നിന്ന് ആഹാരങ്ങൾ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ 3 മാസത്തിൽ കൂടുതലൊക്കെ ടൈം എടുക്കുമ്പോൾ ഒരു പക്ഷേ ആ കമ്പ് ഉണങ്ങി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതിനു മുമ്പായിട്ട് വേരുകളെല്ലാം താഴ്ത്തിയിട്ട് ആഹാരം വലിച്ചെടുക്കാനുള്ള പ്രവർത്തനം തുടങ്ങിപ്പോണം. അപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ ചെടിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ചെടി ഉണങ്ങി പോകാനൊരു ചാൻസ് ഉണ്ട്. അപ്പം ഒരു വിരലിന്റെ വണ്ണത്തിന് മുകളിലുള്ള കമ്പുകളിലൊക്കെ നമുക്ക് ചെയ്തു നോക്കാവുന്നേ ഉള്ളൂ. പരീക്ഷണം ആണല്ലോ, അപ്പം പരീക്ഷണം നമ്മൾ ചെയ്തിട്ട് വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും ചെയ്യാം. സോഫ്റ്റ് വുഡ് ആയിട്ടുള്ള മരങ്ങളിലെല്ലാം നമുക്ക് ഒരു വിരൽ വണ്ണത്തിന് മുകളിലുള്ള കമ്പുകൾ നമ്മൾ ചെയ്യാം. ഹാർഡ് വുഡ് ആയിട്ടുള്ള മരങ്ങളിൽ ചെയ്യാതിരിക്കുന്ന നല്ലത്. ഹാർഡ് വുഡ് ആയിട്ടുള്ള മരങ്ങളിൽ നമ്മൾ വളരെ ചെറിയ കമ്പുകളിലൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഞാനിതിൽ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വേരുകൾ കാണിച്ചു തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ഡെവലപ്മെന്റ് നിങ്ങൾക്ക് എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. മണ്ണെല്ലാം കളഞ്ഞ ശേഷം നടാൻ പാടില്ല. അങ്ങനെ നട്ട് കഴിഞ്ഞാൽ വേരിന് ഒരുപാട് ഡാമേജ് സംഭവിക്കും. ഇതിപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഡെവലപ്മെന്റ് എല്ലാം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു ഡെവലപ്മെന്റ് നമുക്ക് 2 ആഴ്ച കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 2 ആഴ്ച കൊണ്ട് വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു മാസം കഴിഞ്ഞാൽ എത്രത്തോളം മാറ്റത്തിൽ വരുന്നത്. അപ്പോൾ നമ്മളിത് നേരിട്ട് മണ്ണിലേക്ക് നടാം, അല്ലെങ്കിൽ ചട്ടിയിലേക്ക് നടാം. എയർ ലെയറിംഗ് കൊണ്ടുള്ള മറ്റൊരു മെച്ചം, നമുക്കിതുകൊണ്ട് ബോൺസായി ആയിട്ട് ഒരുപാട് ചെടികൾ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് പല മരങ്ങളും ഇങ്ങനെ വേര് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോൺസായി ചെടികളായിട്ട് വളർത്താൻ പറ്റും. മാവൊക്കെ നമ്മൾ എയർ ലെയറിംഗ് ചെയ്തിട്ട് ചട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വർഷം തന്നെ മാവ് കായ്ക്കുകയും ചെയ്യും. അപ്പോൾ മാവ് ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് സ്പീഡിൽ മാവ് എയർ ലെയറിംഗ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സക്സസ്സുമാണ്. ഗ്രാഫ്റ്റ് ചെയ്ത മാവ് കായ്ക്കുന്നതിന് മുൻപായിട്ട് ഈ മാവ് കായ്ക്കുകയും ചെയ്യും. അങ്ങനെ ഒരു മാറ്റമുണ്ട് നമ്മൾ മാവിലൊക്കെ ചെയ്യുമ്പോൾ. അതുപോലെ മാവിൽ ചെയ്യാം, അതുപോലെ നമുക്ക് അരിനെല്ലി, സ്റ്റാർ ഗൂസ്ബെറിയിൽ ചെയ്യാം. അങ്ങനെ ഒരുപാട് മരങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഒരുപാട് മരങ്ങൾ ചെയ്യാൻ പറ്റാത്ത മരങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഓരോ പരീക്ഷണം നടത്തി തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരെ ബൈ.